വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സത്യഭാമയും പൊന്നിയും കൂടി ഇങ്ങനെ പലഹാരങ്ങൾ വിൽക്കാനായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ പിള്ളയാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് ചെല്ലണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പിള്ളയാണെങ്കിൽ വഴിയൊരു തിരുന്നാണെങ്കിൽ ലോട്ടറി ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ്. അന്നേരം പൊന്നിയാണ് ഇതാദ്യം കാണുന്നത്. അന്നേരം സത്യാമ്മയെന്നും പറഞ്ഞിട്ട് വിളിച്ച് കാണിക്കുകയാണ് ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് പിള്ള ഇങ്ങനെ ലോട്ടറി കച്ചവടം നടത്തുന്നത്. അത് കാണുമ്പോൾ സത്യഭാമയ്ക്കാണെങ്കിൽ ആകെ വിഷമം വരികയാണ്. അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ പിള്ള അവരെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. അന്നേരം ഭാമയ്ക്കാകെ ഒരു വിഷമം തോന്നുകയാണ്. താനായിട്ട് ഇറക്കി വിടുകയും ചെയ്തു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പിള്ള ഇവിടെ കാണുമ്പോൾ ആ ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഭാമയ്ക്ക് അവിടെ. അതിനുശേഷമാണെങ്കിൽ കളക്ടറേറ്റാണ് കാണിക്കുന്നത്. അവിടെ ശാലിനിയാണെങ്കിൽ ഓഫീസിലുണ്ട്. വിഷ്ണു ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് വെളിയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ഒരു വണ്ടി ഓഫീസേഴ്സ് ഇങ്ങനെ എത്തുന്നുണ്ട്. എന്നിട്ട് അവർ വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പറയുന്നുണ്ട് നമ്മൾ വിജിലൻസിൻ്റെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. പക്ഷേ തൊട്ടടുത്ത് ജോൺ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി ഇങ്ങനെ അകത്തു നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്ന് ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കാറൊന്ന് പരിശോധിക്കണം എന്നിങ്ങനെ ഒരു ഓഫീസേഴ്സ് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഇത്രയുമാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ അത് ജോൺ ഒരുക്കുന്ന എന്തോ ഒരു കെണിയാണ് വിഷ്ണുവിനെ കൊടുക്കാനായിട്ട്. അവിടെ വെച്ച് ആ ഒരു റോഡിൽ വെച്ചൊക്കെ അപമാനിച്ചല്ലോ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവും ശാലിനിയും ഒക്കെ കൂടി ചേർന്ന്. അതുകൊണ്ട് ഇനി വിഷ്ണുവിൻ്റെ വണ്ടിയിൽ ഇനി എന്തെങ്കിലും പൈസയോ പണമോ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകണം. എന്നിട്ടത് ഇവരെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ഒരു ഏർപ്പാടായിരിക്കും. പക്ഷെ അതിന് മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്നറിയില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി വിഷ്ണുവിനെ ആ ജോലിയിൽ നിന്ന് മാറ്റാനുള്ളതാണോ എന്താണ് എന്നുള്ളതാണ്. എന്തായാലും അത് ജോണിൻ്റെ പണി തന്നെയാണ്. അതവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അത് ഏൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക്